തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ഇടുക്കിയിൽ തിരക്കിട്ട മുന്നൊരുക്കങ്ങളിലാണ് മുന്നണികൾ. LDF, UDF ക്യാമ്പുകളിൽ സീറ്റുകൾ സംബന്ധിച്ച് ഘടകകക്ഷികൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാണ്. നാളെയോടെ BJP ഇടുക്കി നോർത്ത്, സൗത്ത് ജില്ലാ കമ്മിറ്റികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഇടുക്കിയിലെങ്ങും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടുപിടിച്ച ചർച്ചകളാണ്. ഘടകകക്ഷികളുമായി സമവായത്തിലെത്താൻ കഴിയാത്തതാണ് CPM-നെയും കോൺഗ്രസിനെയും വലയ്ക്കുന്നത്. CPM-ന്റെയും കോൺഗ്രസിന്റെയും കൈവശമുള്ള സീറ്റുകളിൽ ഇരുമുന്നണികളിലെയും കേരള കോൺഗ്രസുകൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. തുടർച്ചയായ ചർച്ചകൾ നടത്തിവരുന്നുവെങ്കിലും അന്തിമ പട്ടിക തയ്യാറാക്കാൻ ഇതുവരെ ആയിട്ടില്ല. 52 ഗ്രാമപഞ്ചായത്തുകളാണ് ഇടുക്കി ജില്ലയിലുള്ളത്. ഇതിൽ LDF 29 ഇടങ്ങളിലും UDF 22 ഇടങ്ങളിലും BJP കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തും ഭരിച്ചു. ജില്ലയിലെ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4ഇടത്ത് UDF-ഉം 4ഇടത്ത് LDF-ഉമാണ് ഭരണം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് LDF-ന്റെ കൈകളിലുമായിരുന്നു. 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം LDF-നെങ്കിലും ഇത്തവണ അതുണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. വിജയസാധ്യതയുള്ള പഞ്ചായത്തുകളിലും നഗരസഭയിലും നേരത്തെ തന്നെ BJP പ്രവർത്തനം വിപുലമാക്കിയിരുന്നു. ഇത്തവണ കൂടുതൽ വാർഡുകളിൽ വിജയം കൈവരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. 12-ാം തീയതിയോടെ ഇടുക്കി നോർത്ത്, സൗത്ത് ജില്ലകളിലെ പഞ്ചായത്തുകളിലും നഗരസഭകളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും. 15-ാം തീയതിക്ക് ശേഷമേ LDF-ന്റെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകൂ. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുണ്ടാകുമെന്നതിൽ ഇതുവരെ വ്യക്തതയുമില്ല. ജനം, ഇടുക്കി.